ചില ശബ്ദങ്ങൾ ഒരിക്കലും മരിക്കില്ല. അവ മനുഷ്യരുടെ ഓർമ്മകളിൽ ജീവിക്കുന്നു. രാത്രികളിൽ ഹെഡ്ഫോണുകളിൽ, തകർന്ന ഹൃദയങ്ങളിൽ എന്നും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുമ്പോഴും ലോകത്തിൻ്റെ എവിടെയോ ആരോ ഇൻ്റർനെറ്റ് കേട്ട് വീണ്ടും ജീവിക്കാൻ ശ്രമിക്കുകയാണ്. And maybe that's a true legacy of the best-selling band in the music history, selling over 100 million albums worldwide. Their very first album, Hybrid Theory, is officially the best-selling debut album of 21st century. They have conquered the music industry, winning 2 Grammy Awards, 6 American Music Awards, 10 MTV European Music Awards, and 10 MTV Video Music Awards too. The very first rock band in history, reaching 1 billion collective views on YouTube. And they have incredibly 7 different songs that have surpassed 1 billion streaming on Spotify, along including the anthems like In the End, Numb and Faint. The highest liked the band on Facebook, boasting a massive dedicated following, over 62 billion fans also. ലോകമെമ്പാടുമുള്ള വമ്പൻ ഹോളിവുഡ് സിനിമകളായ ട്രാൻസ്ഫോമേഴ്സിലെ What I've Done, The New Divide, Iridescent എന്നീ ഗാനങ്ങളും ടുലൈറ്റിലെ ലീവ് ഔട്ട് ഓൾ ദ റെസ്റ്റ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്, ദ മെട്രിക്സ് റീലോഡ് എന്ന ചിത്രത്തിലെ സീസൺ എന്ന ഗാനം ഇതൊക്കെ ഇവരുടെ മാസ്റ്റർ പീസുകളാണ്. ആക്ച്വലി ദ ന്യൂ ഡിവൈഡ് എന്ന് പറയുന്ന സോങ്ങിന് വേണ്ടി ദേ വർക്ക് അലോങ് വിത്ത് ദ ലെജൻഡറി കമ്പോസർ ഹാൻസ് സിമ്മർ ടു ഹെൽപ്പ് ടു സ്കോർ ദ എൻറ്റയർ ഫിലിം. Across their 8 studio albums, the band has released a straggling 75 official music videos, completely redefining the art of visual storytelling in rock. കൂടാതെ അവർ 47 ഒഫീഷ്യൽ സിംഗിൾസ് ആൻഡ് 75 മ്യൂസിക് വീഡിയോസിലും പുറത്തിറക്കിയിട്ടുണ്ട്. ഈ 8 ആൽബങ്ങളിലായിട്ട് 100-ലധികം ഒറിജിനൽ ഗാനങ്ങളാണ്, ഒറിജിനൽ സോങ്സ് ആണ് പുറത്തിറക്കിയത്. To prove the dedication to the fans, once a performance over 320 live shows in a single year, 2021 365 ദിവസത്തിൽ 320 ദിവസവും ഫാൻസിന് വേണ്ടി പ്രോഗ്രാം ലൈവ് സ്റ്റേജ് ചെയ്തു. യെസ്, the one and only Linkin Park. It's good to see you again. Who cares when someone's time runs out? If a moment is all we are, or quicker, who cares if Going around like a revolver. It's been so. നിങ്ങളിപ്പോൾ കണ്ടതൊരു ബാൻഡ് മാത്രമല്ല, ഒരു തലമുറയുടെ ശബ്ദം, കോപം, ഏകാന്തത, ഭയം, വിഷാദം, അവരുടെ ഇൻറ്റേർണൽ മുറിവുകളുടെ ഒരു ഹീലിംഗ് ആണ്. ലോകം കേൾക്കാതെ പോയ വികാരങ്ങളെ ഒരു മനുഷ്യൻ പാടി. അത് ലോകം പിന്നീട് അവൻ്റെ കൂടെ ഏറ്റുപാടി. അവൻ്റെ പേര് ചെസ്റ്റർ ബെന്നിങ്ടൺ. നമ്മൾ പലർക്കും ശബ്ദം വെറുമൊരു പാട്ടായിരുന്നില്ല, അതൊരു വലിയ ആശ്വാസമായിരുന്നു. അവർ സേഫ് ഹെവൻ. മില്യൺസ് ഓഫ് us around the world felt that magic. സ്വന്തം സങ്കടങ്ങൾ മറന്ന് ഒരു വലിയ തലമുറയുടെ മുഴുവൻ വേദനകളും ഏറ്റുവാങ്ങിയ ആ മനുഷ്യൻ ചെസ്റ്റർ. This isn't just a story about a famous rock band. ഇതൊരു സ്നേഹത്തിൻ്റെ കഥയാണ്. Of survival, of losing our way and finding the light again. Should have stayed. Were the signs I ignored? It all started in 1996 in a small bedroom in Agoura Hills, California. Mike, Brad and Rob, വലിയ സ്വപ്നങ്ങളുള്ള കുറച്ച് സാധാരണക്കാരായ വിദ്യാർത്ഥികൾ. They called themselves Zero, XERO, Zero. They had the passion, the beat and the energy. പക്ഷെ എവിടെയോ ഒരു ചെറിയ കുറവ്, സംതിങ്, എന്തോ ഒന്നൊരു മിസ്സിങ്. They were searching for the soul. And the faith brought them as a gift in 1999. ആ ഒരു ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ ആ ഒരു സോളാണ് ചെസ്റ്റർ ബെന്നിങ്ടൺ. അന്നൊരു ബർഗർ ഷോപ്പിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം
തൻ്റെ 23-ാം വയസ്സിൻ്റെ ജന്മദിനം ആഘോഷിക്കാതെ അതിൻ്റെ ആ ഒരു സമയം കൂടി പാൻറ്റിൻ്റെ ഫസ്റ്റ് ഓഡീഷന് വേണ്ടിയിട്ടുള്ള പാട്ട് റെക്കോർഡ് ചെയ്ത് അയക്കുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം. ദ മൊമെൻറ്റ് ദേ ഹേർഡ് ഹിസ് വോയിസ് ഓവർ ദ ഫോൺ, എവറിത്തിങ് ക്ലിക്ക്ഡ്. ഹൈബ്രിഡ് തിയറി എന്ന ഒരൊറ്റ ആൽബത്തിലൂടെ അവർ ലോകത്തിനെ പതിയെ കീഴടക്കാൻ തുടങ്ങി. ആക്ച്വലി ദേ ഡിഡ്ന്റ് സിംഗ് അബൌട്ട് ദ ഫെയിം ഓർ മണി. അവിടെ പ്രധാന ഉത്തരവാദിത്വം അല്ലെങ്കിൽ പ്രധാന ആശയം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിലെ ഒറ്റപ്പെടലും ആരോടും പറയാൻ കഴിയാത്ത സങ്കടങ്ങളും അവർ പാട്ടിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. But the Linkin Park was always so much more than just the music. അവരുടെ മ്യൂസിക് വീഡിയോസിന് ഓരോന്നിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ജൊഹാൻ എന്ന് പറയുന്ന അവരുടെ ക്വയറ്റ് വിഷ്വൽ ജീനിയസ് ആണ്. ഈ ക്രിയേറ്റഡ് എ പ്യുവർ മാജിക് ഓൺ ദി സ്ക്രീൻ. ആൻഡ് നമ്മുടെ ലിങ്കിൻ പാർക്കിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ കൂടിയാണ്. ഇന്ത്യൻ പാട്ടിൽ ആകാശത്തിലൂടെ പറന്നു പോകുന്ന മനോഹരമായ തിമിംഗലത്തെ നമുക്ക് ഓർമ്മയുണ്ടാവും. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സിമ്പിൾ, എ വിഷ്വൽ പോയട്രി ഓഫ് ദർ മ്യൂസിക് റീച്ചിങ് every corner of the earth and bringing life to it. ഓരോ വീഡിയോസും നമ്മുടെ ഹൃദയത്തോട് വളരെ ചേർന്ന് നിന്നത്. They were never afraid to change. എപ്പോഴും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഒരു സെയിം ഫോർമാറ്റ് ഫോളോ ചെയ്യുന്ന ഒരു ബാൻഡായി തുടരാൻ അവർ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നു. But no matter how much their sound evolved, ആ വരികളിലെ സത്യസന്ധതയും ചെസ്റ്ററിൻ്റെ ശബ്ദത്തിലെ ഒരു സ്നേഹവും എപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. I'm strong on the outside, not all the way through. This is how Chester is described himself. ഒരുപാട് സങ്കടങ്ങളും വേദനകളും ഉള്ളിലൊതുക്കിയാണ് അദ്ദേഹം എപ്പോഴും നമുക്ക് നേരെ ചിരിച്ചിരുന്നത്. The world saw a massive global rock star, but deep inside he was fighting a really tough battle. താൻ അനുഭവിക്കുന്ന വേദനകൾ മുഴുവൻ അദ്ദേഹം പാട്ടുകളിലൂടെ പുറത്തേക്ക് ഒഴുക്കിയിരുന്നു. Every screaming on the stage wasn't just a performance. അതൊരു വലിയ ആശ്വാസമായിരുന്നു. A relief of his pain. താൻ അനുഭവിച്ചിരുട്ട് വേറെ ആരും അനുഭവിക്കരുത് എന്ന വലിയൊരു നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. That's exactly why he loved his fans so deeply and purely. He turned his own pain into beautiful sanctuary of hope for millions of us. July 20th, 2017. Shocking news of Linkin Park singer Chester Bennington's death. Chester Bennington അന്തരിച്ചു. വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിലാണ്. 41-year-old Linkin Park singer was found dead in CBS 2's Jeff tweet saying Linkin Park's shocked lead and singer Chester heartbroken. Bennington, But the it's Grammy true. Award-winning The father band of won't 6, publicly believed to have taken his himself. life at his Tributes home in from fellow California. musicians and celebrities have poured in Chester for Bennington, singer for the who died influential on rock what band Linkin would have Park, was found dead in Los found Angeles dead in his Thursday morning. California home Thursday Linkin Park morning. lead due singer to an apparent Chester suicide. Bennington. He was 41 years old, and the artist was found dead in his Los Angeles. One more light goes out. ലോകം മുഴുവൻ ഒരു നിമിഷം നിശ്ചലമായ ദിവസമായിരുന്നു അത്. വി ലോസ്റ്റ് അവർ ഗൈഡിങ് ലൈറ്റ്. സങ്കടം താങ്ങാനാവാതെ ലോകമെമ്പാടുമുള്ള ആരാധകർ കണ്ണീരഴിഞ്ഞു. Hollywood Flow tribute a concert was incredibly beautiful but so deeply heartbreaking. For 7 long years, everything went silent. It's good to see you again. നമ്മൾ ഏറെ സ്നേഹിച്ച ഡ്രമ്മർ റോബ് ബോർഡനും ബാൻഡിൽ നിന്ന് വിടവാങ്ങി. ഇറ്റ് ഫീൽ ലൈക്ക് എ ജെന്റിൽ ഗുഡ് ബൈ. ലിങ്കിൻ പാർക്ക് എന്ന പേര് ഇനി വെറും
മനോഹരമായ ഒരു ഓർമ്മയായി മാറുമോ എന്ന് വരെ ഫാൻസ് പറയുന്നു. ബട്ട് ദ ട്രൂ ലവ് നെവർ റിയലി ഫേഡ് അവേ. സ്നേഹവും പ്രതീക്ഷയും ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. In September 2024, the sun rose again for Linkin Park. They came back to us. Mike, Brad, Joe, and the Phoenix united again. They're bringing Emily Collin into the beautiful family. The crown is not that easy one to wear. ചെസ്റ്റർ ബാക്കി വെച്ച ആ വലിയ സ്നേഹം, പാരമ്പര്യം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എമിലിയെ സംബന്ധിച്ചുള്ള അത് തികച്ചും വലിയൊരു ഉത്തരവാദിത്തമാണ്. The weight of our memories, the love of millions. That is a heavy crown. This is what you asked for, and here's the crown. പക്ഷേ യാതൊരു ഭയവുമില്ലാതെ, എന്നാൽ വളരെയധികം ബഹുമാനത്തോടെ, വളരെ മനോഹരമായി അവരത് ഏറ്റെടുത്തു. This is my December. ഫ്രം സീറോ എന്ന ആൽബത്തിലൂടെ പൂജ്യത്തിൽ നിന്ന് പുതിയൊരു യാത്ര തുടരുകയാണ്. ദേ ആർ നോട്ട് റിയലി ട്രൈങ് ടു റീപ്ലേസ് ദ ചെസ്റ്റർ. ആർക്കും അദ്ദേഹത്തിന് പകരമാകാൻ കഴിയില്ല. ദിസ് ഈസ് ഓൾ അബൌട്ട് ഹോണറിങ് ഹിം. വെൻ ലൈഫ് ലീവ് us ബിഹൈൻഡ്, ലവ് കീപ് us കൈൻഡ്. ജീവിതം നമ്മളെ ഇരുട്ടിലാക്കുമ്പോൾ സ്നേഹമാണ് നമ്മളെ ദയുള്ളവരാക്കുന്നത്. As long as we hold that pure love, the gentle echoes of Linkin Park will never true die. ഇതൊരു അവസാനമല്ല, ഇതൊരു സ്നേഹത്തിൻ്റെ പുതിയ തുടക്കമാണ്. താങ്ക് യു ചെസ്റ്റർ. താങ്ക് യു ഫോർ ഗിവിംഗ് ദിസ് വണ്ടർഫുൾ സോങ്സ് ആൻഡ് ഓസം മെമ്മറീസ്. വി മിസ് യു ആൻഡ് വി ലവ് യു.